നമസ്കാരം, തടയ ന്യൂസിലേക്ക് സ്വാഗതം. ഒരു വളർത്തുമൃഗമായ പശു മനുഷ്യന്റെ യാതൊരുവിധ പരിചരണവുമില്ലാതെ അതികഠിനമായ കാലാവസ്ഥയുള്ള ഒരു ഒറ്റപ്പെട്ട ദ്വീപിൽ 130-ലധികം വർഷം അതിജീവിച്ചുവെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? അതും ഒന്നല്ല, 5 പശുക്കൾ. ശാസ്ത്രലോകത്തെ പോലും അത്ഭുതപ്പെടുത്തിയ ഇത്തരമൊരു അതിജീവനത്തിന്റെ കഥയാണ് ദക്ഷിണ സമുദ്രത്തിലെ ആംസ്റ്റർഡാം ദ്വീപിന് പറയാനുള്ളത്. 1871 ഈ സംഭവം. ഒരു കർഷകൻ ദ്വീപിൽ ഉപേക്ഷിച്ചു പോയ 5 പശുക്കൾ പിൽക്കാലത്ത് 2000-ഓളം വരുന്ന ഒരു വലിയ കൂട്ടമായി വളരുകയായിരുന്നു. പശുക്കളുടെ DNA കുറിച്ച് ശാസ്ത്രലോകം നടത്തിയ പഠനത്തിലാണ് അത്ഭുതകരമായ കണ്ടെത്തലുകൾ പുറത്തുവന്നത്. സംഭവം ഇങ്ങനെയായിരുന്നു. 1871 ഹ്യൂട്ടിൻ എന്ന പേരുള്ള ഒരു ഫ്രഞ്ച് കർഷകൻ വലിയ പ്രതീക്ഷകളോടെയാണ് ആംസ്റ്റർഡാം ദ്വീപിലേക്ക് കപ്പൽ കയറിയത്. അയാളോടൊപ്പം 5 കന്നുകാലികൾ, അതായത് ഒരു കാള, 2 പശുക്കൾ, 2 കിടാങ്ങൾ ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ ശക്തമായ കാറ്റും കഠിനമായ കാലാവസ്ഥയും നിറഞ്ഞ വെറും 21 ചതുരശ്ര മൈൽ മാത്രം വിസ്തീർണമുള്ള ആ ദ്വീപിലെ ജീവിതം മാസങ്ങൾക്കുള്ളിൽ തന്നെ ദുസ്സഹമായി മാറിയിരിക്കുന്നു. തുടർന്ന് തന്റെ ശ്രമം ഉപേക്ഷിച്ച കർഷകൻ ദ്വീപ് വിട്ടു പോയെങ്കിലും കൂടെ കൊണ്ടുവന്ന 5 കന്നുകാലികളെ അവിടെ തന്നെ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു. പിൽക്കാലത്ത് ശാസ്ത്രജ്ഞർ ഈ പശുക്കളുടെ DNA ഘടന വിശദമായി പരിശോധിച്ചപ്പോഴാണ് അത്ഭുതകരമായ കണ്ടെത്തലുകൾ ഉണ്ടായത്. കന്നുകാലികൾക്ക് 2 വ്യത്യസ്ത വംശപാരമ്പര്യമുണ്ടെന്ന് കണ്ടെത്തി. ഇവയുടെ ജനിതക ഘടനയുടെ 75% യൂറോപ്യൻ ടോറിൻ, അതായത് ജേഴ്സി ബ്രീഡ് ഇനത്തിൽപ്പെട്ടവയും ബാക്കി 25% മഡഗാസ്കറിലെയും മറ്റും കാണപ്പെടുന്ന കഠിനമായ ചൂടിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സെബു ഇനത്തിൽപ്പെട്ടവയുമാണെന്ന് കണ്ടെത്തിയത്. സമ്മിശ്ര ജനിതക ഘടന തന്നെയാണ് പരിമിതമായ സാഹചര്യങ്ങളിലും രോഗങ്ങളെ പ്രതിരോധിക്കാനും കഠിനമായ കാലാവസ്ഥയെ അതിജീവിക്കാനും ഇവയെ സഹായിച്ചത്.